പശ്ചിമ ബംഗാളിലെ ഫൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കാൻ വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മുഴുവൻ ഞെട്ടിക്കുന്ന അതീവ നാടകീയമായ നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ മത്സര രംഗത്തു നിന്നും അപ്രതീക്ഷിതമായിട്ട് തന്റെ നാമനിർദ്ദേശക പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. TMC ദേശീയ ജനറൽ സെക്രട്ടറിയും MP-യുമായ അഭിഷേക് ബാനർജിയുടെ ഏറ്റവും അടുത്ത അനുയായിയായ ജഹാംഗീർ ഖാൻ ഈ പിന്മാറ്റം സ്വന്തം പാർട്ടി നേതൃത്വത്തെ പോലും പൂർണ്ണമായിട്ടും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ ഈ നീക്കത്തെക്കുറിച്ച് പാർട്ടിക്ക് മുൻകൂട്ടി യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് TMC വക്താവ് അരൂപ് ചക്രവർത്തി വ്യക്തമാക്കുന്നത്. ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഫാൾട്ടയിൽ കഴിഞ്ഞ ഏപ്രിൽ 29-നായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. എന്നാൽ വോട്ടിംഗ് മെഷീനുകളിലെ വ്യാപക ക്രമക്കേടുകളും കടുത്ത തെരഞ്ഞെടുപ്പ് സംഘർഷങ്ങളും കാരണം മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായിട്ടും റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് മെയ് 21-ന് റീപോളിംഗും മെയ് 24-ന് വോട്ടെണ്ണലും നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് തൃണമൂലിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളും കളം വിട്ടിരിക്കുകയാണ്. BJP സർക്കാരിന്റെ പ്രത്യേക വികസന പാക്കേജിൽ ആകർഷകനായിക്കൊണ്ടാണ് താൻ പിന്മാറുന്നത് എന്നാണ് ജഹാംഗീർ ഖാൻ നൽകുന്ന വിശദീകരണം. ഒരു സുവർണ ഫാൾട്ട എന്നതായിരുന്നു തന്റെ സ്വപ്നമെന്നും ഇതിനുവേണ്ടി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഫാൾട്ടയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വികസന പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ഡലത്തിന്റെ വികസനത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് താൻ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും സ്വയം പിന്മാറുന്നത് എന്നും ജഹാംഗീർ ഖാൻ കൂട്ടിച്ചേർത്തു. ശരിക്കും പറഞ്ഞാൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ ക്രമക്കേടുകൾക്കും കടുത്ത സംഘർഷങ്ങൾക്കും പിന്നിലും തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വാധീനവും വേരോട്ടമുള്ള ഈ മണ്ണിൽ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് പിന്നിലും BJPയുടെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയും പങ്ക് ഉണ്ടെന്നാണ് വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. TMC ശക്തമായ കോട്ടകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യമേ തന്നെ കരുക്കൾ നീക്കി BJP ഒടുവിൽ റീപോളിംഗിന് തൊട്ട് മുൻപ് തൃണമൂലിലെ പ്രമുഖ നേതാവിനെ കൊണ്ട് തന്നെ നാമനിർദ്ദേശക പത്രിക പിൻവലിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ച പ്രത്യേക വികസന പാക്കേജിന്റെ പേര് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ സ്വാധീനിച്ച് കളം മാറ്റിയതിന് പിന്നിൽ BJP നടത്തിയ ആസൂത്രിതമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 207 സീറ്റുകൾ നേടി BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചെടുക്കുകയും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് തൃണമൂലിന് ഈ പുതിയ പ്രഹരം ഏൽക്കുന്നത്. നിലവിൽ TMC സ്ഥാനാർത്ഥി മാറിയതോടെ BJPയുടെ ദേബാംശു പാണ്ഡെ, കോൺഗ്രസിന്റെ റസാഖ് മല്ല, CPMന്റെ ശംഭുനാഥ് കുർമി എന്നിവരാണ് ഇനി മണ്ഡലത്തിലെ പ്രധാന സ്ഥാനാർത്ഥികളായിട്ട് ജനവിധി തേടാൻ ഒരുങ്ങുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്വന്തം സ്ഥാനാർത്ഥി തന്നെ പത്രിക പിൻവലിച്ചത് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വോട്ടെടുപ്പ് നടക്കും മുൻപ് തന്നെ ഫാൾട്ടയിലെ വലിയ മേൽക്കൈ നേടാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് BJP ക്യാമ്പുള്ളത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ മമത എന്ന പ്രതിഭാസം അസ്തമിക്കുക കൂടി ചെയ്യും. ഒന്നില്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് എരിഞ്ഞു തീരാനായിരിക്കും മമതയുടെ വിധി.